ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേണ്ട സുശീലെ. സുശീല ഒന്നുകൂടി ഒന്ന് ആലോചിക്കും, സമയമുണ്ടല്ലോ. ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. അതിന് താമസിക്കാനൊരിടം കിട്ടിയാലല്ലേ പോകൂ. അതുവരെ അവിടെ ഉണ്ടല്ലോ. ഞാൻ നോക്കട്ടെ മാഷേ. ശരി, നോക്കിയിട്ട് മതി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങുക. ഇനി അയാളുടെ ഊരുതണ്ടലൊന്നും പറ്റില്ല. ഇന്ന് തന്നെ അവിടെ കയറി ഇരുന്നോളാൻ പറയണം. എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. ദൈവം തോന്നിപ്പിച്ച മാറ്റമാണോ അതോ ഇതിന്റെ പിന്നിൽ വേറെ വല്ല കുനിഷ്ടബുദ്ധിയുണ്ടോ? ആർക്കറിയാം. സുശീലയല്ലേ ആള്. ഇരിക്ക് ശേഖര. ഞാൻ പറഞ്ഞില്ലേ ശേഖര, ആഗ്രഹങ്ങളൊന്നും കൈവിടണ്ടെന്ന്. ലക്ഷ്യം നല്ലതാണെങ്കിൽ മാർഗം ദൈവം കാണിച്ചു തരും. അതെ, അമ്മ ഇതിന് പച്ചക്കൊടി കാട്ടണമെങ്കിൽ അത് ദൈവം തന്നെ തോന്നിപ്പിച്ചതാ. ഇനി ധൈര്യമായിട്ട് അച്ഛൻ എവിടേക്ക് പോവാം. മോളും കൂടി വരുന്നു എന്റെ കൂടെ. ഇല്ല, ഞാൻ ഉടനെ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. അച്ഛന്റെ ആരോഗ്യം ഒന്ന് നേരെയാവണം. അതുവരെ എനിക്കിവിടെ നിന്നേ പറ്റൂ. അയ്യോ, അത് ഞാൻ ഓർത്തില്ല മോളെ. ഞാൻ പൊയ്ക്കോളാം. മാഷിനെ നോക്കാൻ മോളിവിടെ വേണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും അനുവും ശേഖരനും കൂടി ഒരുമിച്ച് അങ്ങോട്ടേക്ക് പോകണ്ട. ശേഖരൻ തിരിച്ചുപോയി ഒരു 2 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് അനു അങ്ങോട്ട് വരുന്നതാണ് ബുദ്ധി. അതെ, സുശീലെ അനുകൂലമായി വല്ലതും പറഞ്ഞു എന്ന് വെച്ച് നമ്മളതങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുകയൊന്നും വേണ്ട. എന്താണ് അവളുടെ മനസ്സിലെന്ന് അവക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. അതുകൊണ്ട് തിരിച്ചു പോയാൽ ഒരു കരുതൽ നല്ലതാ ശേഖര. എന്നെ സുശീല എന്ത് വേണോ ചെയ്തോട്ടെ ഭാനുവമ്മേ. എന്തായാലും അവളെന്നെ കൊല്ലില്ല. എന്നെ കൊന്ന് ജയിലിൽ പോകാൻ മാത്രം അത്ര വിഡ്ഢിയല്ല സുശീല. അവള് വേറെന്തോ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അത് മതി ശേഖര. ചിലപ്പോ നമ്മളെല്ലാവരും പറഞ്ഞതുകൊണ്ട് സുശീലയ്ക്കൊരു മനസ്സലിവ് തോന്നിയതാവാനും മതി. അല്ലേ ഭാനുമേ? എങ്കി നല്ലത്. അല്ല, ശേഖരന് മാത്രമല്ല, അവൾക്കും. ശേഖരനിപ്പോ ഊണ് കഴിച്ചതല്ലേ ഉള്ളൂ. തൽക്കാലം പോയി വിശ്രമിക്കും, എന്നിട്ട് പോയാൽ മതി. അച്ഛാ, മുറി പോയി കുറച്ചേരം കിടക്കാം. വേണ്ട മോളെ, ഞാനിവിടെ ഇരുന്നോളാം. മാഷ് കുറച്ചു നേരം വിശ്രമിക്കും. എനിക്ക് എന്തായാലും കുറച്ചു സമയം ഒന്ന് മയങ്ങണം. ശേഖരൻ ഇവിടെ ഇരിക്കേ. മോളാനു, ആഹാരശേഷം കഴിക്കാനുള്ള അച്ഛൻ്റെ ആ ഗുളികയൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് പോവാ. ശരി. ശേഖരൻ എന്നാ ഇവിടെ ഇരിക്കുക. ഞങ്ങളും കൂടി ആഹാരം കഴിച്ചിട്ട് ശേഖരൻ ഇറങ്ങിയാ മതി. അത്രയേ ഉള്ളൂ.